കുട്ടി കല്യാണം കഴിച്ചാണ്? അല്ല. പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി. ഫുഡ് കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല. എന്താ കഴിക്കാതെ? വിശപ്പില്ല. എന്താ കഴിച്ചിട്ട് എന്നോട് മിണ്ടിയാൽ മതി, അതുവരെ ഞാനും കഴിക്കില്ല. അമ്മേ ഇത്തിരി മീനാണ്. ഞാനൊക്കെ അവിടെ പോകുമ്പോ എല്ലാം തെറ്റിച്ചല്ലേ ബൈക്കേലിട്ട് എന്നോട് ഇങ്ങനെ പറയാം, എടാ ശമ്പളം തരില്ലടാ, ശമ്പളം തരില്ല എനിക്ക്, അങ്ങനെയൊക്കെ പറയുന്നത്. മീരാന്ന് വിളിക്കുന്ന ഇതാവരുത്. അല്ല എന്താന്ന് വെച്ചാല് അശ്വിന് 18-19 വയസ്സേ ഉള്ളൂ എന്ന് നമുക്കറിയാം. അതെന്തായാലും നമ്മൾ കട്ട് ചെയ്തിടും കേട്ടോ, വേണ്ടായിരുന്നു. ചേച്ചിനെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കട ഉദ്ഘാടനം ചെയ്യാൻ വന്ന് ഞാൻ ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിച്ച ആ സുമുഖനാണ് ഈ ഇരിക്കുന്നത്. അശോകൻ അപ്പൊ 4ാമത്തെ സ്റ്റാൻഡേർഡിലല്ലേ? അപ്പൊ തന്നെ മീരയാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് അവരേക്ക് താല്പര്യം ശരിക്കും എനിക്ക് തോന്നുന്നു മീര ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഒരു എപ്പിസോഡ് നമ്മൾ എന്റെ ലൈഫിന്റെ ഇപ്പൊ എല്ലാവരും ചോദിച്ചും ബ്രേക്ക് എടുത്ത് പോയതാണ്. ബ്രേക്ക് എടുത്ത് പോയതല്ല, അതങ്ങനെ ആയിപ്പോയതാ. ഇതേപോലെ പറഞ്ഞില്ല ആനിമേറ്റഡ് ആണെന്ന്. ഞാൻ എന്റെ പിള്ളേരുടെ മുമ്പിലും അങ്ങനെയൊക്കെ കാണിക്കുമ്പോ പറയുമ്പോ അയ്യോ അമ്മ എന്ന് പറയും. ബിക്കോസ് ഐ കാന്റ് സ്റ്റോപ്പ് മൈസെൽഫ്, ഐ ജസ്റ്റ് ഡു ഇറ്റ്. നിങ്ങൾ മറ്റേ കത്തൊക്കെ എഴുതി പ്രേമിച്ചാരല്ലേ? അതല്ലേ നല്ലത്. അതിന്റെ വാല്യൂ ഇപ്പോഴും ഉണ്ട്. നമ്മള് കത്തും എഴുതിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോ സൊസൈറ്റിക്ക് എല്ലാവരും ഓക്കെ ആണോ ഞാൻ 5 വയസ്സ് 10 വയസ്സ് കുറഞ്ഞ ആളെ കിട്ടുന്നത് അല്ലെ കൂടിയ ആളെ കിട്ടുന്നത് എല്ലാവരും അപ്രൂവൽ കിട്ടിയിട്ടല്ല കല്യാണം കഴിക്കുന്നത്. ഇപ്പൊ ജഗദീഷ് ശ്രീകുമാർ, ശ്രീനിവാസന്, ഇപ്പൊ ഈ ചേട്ടന്മാർ, ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ലെസൺസ്. നമുക്കും ഇതൊക്കെ നമ്മൾ കണ്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും. വി ഡോണ്ട് നോ. 23-ാം റിലീസ് എന്ന പടത്തിന് എല്ലാവരും ആ പടം കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുക, പടം ഹിറ്റാക്കി തരിക. പാലും പഴവും ഒരുമിച്ച് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് മലയാളികൾ പറയുമെങ്കിലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അവസരങ്ങളിലൊക്കെ തന്നെ നമുക്ക് പാലും പഴവും തരാറുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരും, എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. അതുപോലെ തന്നെ ആദ്യ രാത്രിയിൽ നമ്മൾ കാണിക്കുമ്പോൾ കണ്ടിട്ടില്ലേ പാലും പഴമൊക്കെ സൈഡിൽ വെച്ചിരിക്കുന്നത്. എന്തായാലും നമ്മളിലേക്ക് ഓഗസ്റ്റ് 23-ാം തീയതി എത്തുന്ന പാലും പഴത്തിന്റെ വിശേഷങ്ങളുമായിട്ട് എന്നോടൊപ്പം ചേരുന്നത് അശോകൻ ചേട്ടൻ, ശാന്തി ചേച്ചി, മീര, അശ്വിൻ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. 4 പേര് ഒരുമിച്ച് കേട്ടോ, ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് തോന്നുന്നു മീരെ നിങ്ങളെല്ലാവരും ഞാൻ ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പാലും പഴവും എന്നുള്ള മൂവിയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ പറയുന്നത് ശരിയല്ലേ ശാന്തി ചേച്ചി? ഈ പാലും പഴവും എന്തിനാന്ന് ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം അതും സദ്യ കഴിച്ച ഒരു അവസ്ഥ വരുമ്പോഴാണ് ഒരു ബന്ധമില്ലാത്ത ഈ സാധനം തരുന്നത് അല്ലേ? അങ്ങനെയല്ലേ ചിന്തിച്ചത്? എനിക്കറിയില്ല കേട്ടോ സത്യത്തിൽ അത് എന്തിനാ വേണ്ടി. യു നോ I don't know. ബിക്കോസ് പാലും പഴം പറഞ്ഞ പോലെ ആയുർവേദത്തിൽ പറയുന്നത് കോമ്പിനേഷൻ. അതെ, അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ എന്താ ഉദ്ദേശിക്കുന്നത്, രണ്ടും ഇഷ്ടമുള്ള വസ്തുക്കളാണ് മനുഷ്യർ. എനിക്ക് പഴവും സ്മൂതി ഒക്കെ ഇപ്പൊ ഭയങ്കര പോപ്പുലർ അല്ലേ? അതെടാ, പക്ഷെ നമ്മള് പാല് പഴം ഇടും, നട്ട്സ് ഇടും. ആയുർവേദത്തിൽ പറയുന്നത് ഡൈജഷന്റെ പ്രശ്നം ഉണ്ടാവും. ടൈമിംഗ് ഈ കോമ്പിനേഷൻ കറക്റ്റ് എന്ന് പറയും പാലും പഴം. അത് ശരിയാണ്. പക്ഷെ നമ്മളല്ലേ വെഡിങ് കഴിഞ്ഞ് വരുമ്പോഴേ പിന്നെ ആദ്യ രാത്രിയുടെ ഏത് സീൻ കഴിച്ചാലും ഒരു കൊട്ടം പഴവും പാലും ഉണ്ടാവല്ലോ. അത് ഇഷ്ടപ്പെടാത്തവരെ കോഫിയിലോ എല്ലാം വിട്ടു കൊടുക്കുകയും അതല്ലെങ്കിൽ വല്ല ഹോർലിക്സോ വല്ല ബോൺമിറ്റ ഹോർലിക്സോ ഇട്ട് കൊടുക്കാൻ നമുക്ക് പറയാം. ചിലപ്പോ ഇല്ലേ ഫസ്റ്റ് നൈറ്റിന് മുമ്പ് നല്ല ആരോഗ്യം കിട്ടാൻ വേണ്ടിട്ടായിരിക്കും. അടിപൊളി തുടങ്ങുന്നതിന് മുമ്പായിട്ടൊക്കെ അല്ലേ? അതെ അതെ അതെ. പിന്നെ ക്ഷീണിച്ചു കഴിയുമ്പോഴും ആവാം അല്ലെ? അങ്ങനെയല്ല, കല്യാണമൊക്കെ ക്ഷീണിച്ചു വരുമല്ലേ, അങ്ങനെ ആവായിരിക്കും. എന്തായാലും എനിക്ക് ഇഷ്ടമായി. പക്ഷെ പാലുമ്പഴവും തമിഴിൽ പണ്ട് പടമുണ്ട്. അതെ, ഞാനത് 1961 ജമിനി ഗണേശൻ, സാവത്രി, ശിവാജി ഗണേശൻ, സാവത്രി. നീ കണ്ടിട്ടുണ്ടോ ആ സിനിമ? ആരെങ്കിലും യൂട്യൂബിലുണ്ട് ഇപ്പോഴും. കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. സൂപ്പർ ഹിറ്റ് പടമാണ് തമിഴില്. അപ്പൊ ഈ കോമ്പിനേഷൻ നമുക്ക് സന്തോഷിക്കാം. ഉറപ്പായിട്ടും പേരില് നമുക്ക് പെട്ടെന്ന് തമിഴ് പടമാണ്. എനർജി കിട്ടും. മംഗളകരമായിട്ടുള്ളൊരു. അതെ അതെ അതെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് മീരയുടെ ഈ സിനിമ പാലും പഴവും? എന്റെ ഈ സിനിമ പാലും പഴവും ഇതേപോലെ ഒരു മംഗളകരമായിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള, എന്റർടൈനിങ് ആയിട്ടുള്ള, തമാശയുള്ള ഒരു കൂട്ടായ്മയാണ്. അതേ ഉത്തരമാണോ എല്ലാവർക്കും?
എല്ലാവർക്കും നല്ല പോസിറ്റീവ് ഫീൽ വരുന്ന ഒരു പടമാണ്. പോസിറ്റീവ് ഫീലാണ്. അതെ അതെ. അപ്പൊ ഇപ്പൊ നിങ്ങളിലേക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ മീര ആയാലും ചേച്ചി ആയാലും അശോകൻ ചേട്ടനായാലും ഒക്കെ ഭയങ്കര ചൂസിയാണ് അല്ലേ അശ്വിൻ? അങ്ങനെ തോന്നിയിട്ടില്ലേ? കാരണം ഇവരിപ്പം എനിക്ക് തോന്നുന്നു ഇവരൊരു 3 പതിറ്റാണ്ടായിട്ട് ഒരാൾ 79 ഒരാൾ 80 വന്ന അത്രയും നിൽക്കുമ്പോൾ ഈ സിനിമ ഇവരിലേക്ക് എന്തുകൊണ്ട് പാലും പഴവും? എന്തുകൊണ്ട് പാലും പഴവും ഫസ്റ്റ് ആക്ച്വലി ഒരു കാര്യം പറയാം, പാലും പഴവും ഫസ്റ്റ് ഞാൻ പടത്തിന്റെ പേര് കേട്ടപ്പോൾ തമിഴ് പടമാണോ എന്ന് ചോദിച്ചു. കാരണം മൈൻഡിൽ പെട്ടെന്ന് പാലും, എന്റെ അമ്മയുടെ അടുത്ത് ഞാൻ ഇപ്പൊ അമ്മ ഞാൻ അഭിനയിക്കാൻ പോകുന്ന പടത്തിന്റെ പേര് പാലും പഴം, തമിഴ് പടമാണോ എന്ന് ചോദിച്ചു. സോ അത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ ലെജൻഡറി ആയിട്ടുള്ള ശിവാജി ഗണേശനൊക്കെ അഭിനയിച്ച ഒരു പടം, ആ ഒരു പടത്തിന്റെ പേര് എന്നൊക്കെ വരുമ്പോ ഒരു സുഖം, ഒരു പോസിറ്റീവ് ഫീൽ ആണ്. പിന്നെ ഇതുപോലത്തെ ഒരു ടീം, VKP-യുടെ പടം ഞാൻ അഭിനയിച്ചിട്ടില്ല, VKP-യുടെ ഫസ്റ്റ് ആണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. സോ അത് കേട്ടപ്പോൾ പ്ലസ് മീരയുടെ കൂടെയും ഫസ്റ്റ് ആണ് അഭിനയിക്കുന്നത്. ആൻഡ് ഇതൊരു വേറൊരു ടാലന്റഡ് സാധനമാണ്. എഴുതും. അതെ അതെ. റിയലി ഗുഡ്, ഹി ഈസ് അമേസിംഗ്. ഐ റിയലി അപ്രീഷിയേറ്റ് ഹിം. ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഇല്ല. ഞങ്ങൾ നേരത്തെ വർഷങ്ങളായിട്ട് നമ്മൾ പല പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. മാസ്റ്റർ പീസ് എന്തൊരു ഹിറ്റ്. മീര കണ്ടിട്ടില്ല മാസ്റ്റർ പീസ് വെബ് സീരീസ്? അയ്യോ എന്ത് രസമായിരുന്നു രണ്ടുപേരും കൂടെ. ഇപ്പൊ പറയുന്നത് അശ്വിനി എന്താ പറഞ്ഞത്? അല്ല, അശ്വിൻ അത്രയും ടാലന്റഡ് ആണെന്ന്. ടാലന്റഡ് ആണ്, പഠിച്ചത് മൊത്തം ഇവിടെ നിന്നാണ്. അത് കേൾക്കാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ടാണോ എന്താ പറഞ്ഞേ? അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി. അല്ല, അശ്വിന് ആദ്യം ഒരു മുഖവര ഇത്ര സാധനത്ത് പെട്ടെന്ന് കേട്ടാ ഇരിക്കുന്ന ഇത്ര വൃത്തികെട്ട ഒരു സാധനം അങ്ങനെയല്ല ചേച്ചി പറഞ്ഞു. എനിക്ക് അവന് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അവൻ സത്യം. അതെ, ബിക്കോസ് എനിക്ക് ഇപ്പോഴും ഫസ്റ്റ് ഡേ സെറ്റിൽ വന്നപ്പോഴും ഇതാണ് ഹീറോ VKP ഒക്കെ. അപ്പൊ ഞാനും എന്റെ മൈൻഡിലും ഈ ഒരു കൊച്ചു പയ്യൻ, അപ്പൊ ഞാൻ ഇവന്റെ ഫസ്റ്റ് പടം കണ്ടിട്ടില്ല, അപ്പൊ ഐ ഡിഡ്ന്റ് നോ ഹിസ് ടാലന്റ്. പക്ഷെ ആദ്യത്തെ ഒരു സംഭവം അഭിനയിക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും അത്രയും, യുനോ ഹി സോ നാച്ചുറൽ. ആൻഡ് കോമഡി എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആണ്. ഇത്തിരി പായപ്പഴം കൊടുക്കാൻ തോന്നുന്നു. അശ്വിൻ എന്ത് വേണം, 2 തവണ മികച്ച നടിയായിട്ടുള്ള ആരാണ് ഈ പറയുന്നത് അല്ലേ? എന്തൊരു സന്തോഷമായിരിക്കും അശ്വിൻ ഇങ്ങനെ കേട്ടിരിക്കുമ്പോ. അയ്യോ, ഞാൻ സത്യം ഇവിടെ ഇരിക്കുമ്പോഴും ഈ സിനിമയിൽ വന്നതൊക്കെ എനിക്ക് ഭയങ്കര, ഞാൻ സത്യത്തിൽ എനിക്ക് അബദ്ധമായി പോയി എന്നുള്ളതാണ്. ആദ്യമായിട്ട് എന്നെ കണ്ടപ്പോ ഉള്ള ഒരു എക്സ്പ്രഷൻ അല്ല, നമ്മള് ഞാൻ പറഞ്ഞായിരുന്നു കുറച്ചു മുന്നേ ഒരു ഇതിൽ പറഞ്ഞായിരുന്നു, ഈ ന്യായം വ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ അതില് ആ സിനിമയില് അതിലൊക്കെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ള ഭയങ്കര സിമ്പിളായിട്ട് ഒരു ബോൾ അങ്ങനെ ഈ ക്യാരക്ടേഴ്സ് ആയിരിക്കും കൂടുതലും നമ്മൾ കാണുന്നത്. അപ്പം എനിക്കറിയില്ലായിരുന്നു ഇത്രയും എനർജി ഉള്ള ചിരിച്ച് കളിക്കുന്ന ഒരു ആളാണ്. കാരണം നമ്മൾ ഈ പടത്തിലെ ക്യാരക്ടർ കുറച്ച് എനർജി ഉള്ള ഒരു വേറൊരു ഡിഫറെന്റ് ടൈപ്പ് ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. കട്ട് പറഞ്ഞു കഴിഞ്ഞാലും ആ ക്യാരക്ടർ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾ മറ്റേ മൊത്തത്തില് ഇങ്ങനായിരുന്നു. നമ്മള് ശാന്തി കൃഷ്ണ, ശാന്തം. ചേച്ചി പണ്ടൊക്കെ എനിക്ക് പണ്ട് അങ്ങനെയായിരുന്നു. ശരിക്കും ഇല്ലേ, നമ്മളിപ്പോ അശ്വിൻ പറഞ്ഞ പോലെ ശാന്തി ചേച്ചി ആലോചിക്കുമ്പോ സെറ്റ് മുണ്ടും ഒക്കെ ഇവിടുത്തെ ആ പഴയ ഇതാണ് നമ്മുടെ മനസ്സിലായി. ശാലിനൊക്കെ വേണ്ടി സുന്ദരിയാണ്. അതായത് എനിക്കിപ്പോ ഇവിടെ വന്നപ്പോഴേ മനസ്സിലായി ഈ ഗ്യാങ്ങിലെ ഏറ്റവും മീര പറഞ്ഞ പോലെ ചട്ടമ്പിയാണ് ശാന്തി. എനിക്ക് ഇതിനകത്ത് ഒരു ഡയലോഗും ഇല്ലേ നമ്മുടെ ട്രെയിലറെ കാണിക്കുന്നത്, എന്താ പോയ വഴിക്ക് സ്കൂളിൽ പോകുന്ന വഴിക്ക് പിടിച്ചോണ്ട് വന്നതാണോ എന്ന് ചോദിക്കുന്നില്ലേ. അപ്പൊ ഞാൻ ഓർത്തതായി, ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ സിനിമയിലെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്, ഇപ്പൊ മലയാള സിനിമയിൽ പൊതുവെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, കുടുംബമില്ല, അമ്മയില്ല, അച്ഛനില്ല മലയാള സിനിമയിൽ. ഇതിനകത്ത് എല്ലാവരും ഉണ്ടല്ലേ അശോകൻ ചേട്ടൻ, ഇവര് അമ്മയുണ്ട്, മകളുണ്ട്, നിങ്ങളുടെ വീട്ടിലെ കാര്യം പിന്നെ പറയാനില്ല. അപ്പൊ എങ്ങനെയായിരുന്നു ആ സെറ്റിലെ രസങ്ങള്? ഇങ്ങനെ തന്നെയായിരുന്നു. ഇതിന്റെ അപ്പുറമായിരുന്നായിരിക്കും ക്യാരക്ടർ. എന്റെയും ചേച്ചിയുടെയും എന്റെ അശ്വിൻ, ഓരോരുത്തർക്കും ഉണ്ടല്ലോ അവരുടെ സ്റ്റോറി പറയാം. എന്റെയും ചേട്ടന്റെയും അശോകൻ ചേട്ടന്റെയും. സോ മൈനൻ ചേച്ചി, വി ആർ മദർ ആൻഡ് ഡോട്ടർ ഇൻ ദ ഫിലിം.
അപ്പൊ അതിനകത്ത് യൂഷ്വൽ മദർ ആൻഡ് ഡോട്ടർ അല്ല, ആഹാ. ഇതൊക്കെ തന്നെയാ. ഇതുപോലൊക്കെ തന്നെ ഞങ്ങള് ഷോർട്ട് ക്യാമറയുടെ മുമ്പിലായാലും പിന്നിലായാലും ക്യാരക്ടർ വാസ് ലൈക്ക് ദാറ്റ്. എന്തെങ്കിലും ഇതുപോലെ നോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ദേഷ്യപ്പെട്ട്, ദേഷ്യം എന്ന് വെച്ചാൽ ഒരു പ്ലേഫുൾ ദേഷ്യം അങ്ങനെയൊക്കെ. എന്തെങ്കിലും സെറ്റിലെ ഒരു രസകരമായ കാര്യം ഓർക്കാൻ പറ്റുന്നുണ്ട് അശ്വിന്? കാരണം അശ്വിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ കൂടെ അഭിനയിക്കുന്നു, VKP നായകനായിട്ട്, മീരയുടെ നായകനായിട്ട് വരികയാണ്. അപ്പൊ ഒരു നല്ലൊരു സെറ്റിലെ ഒരു രസകരമായ ഒരു അനുഭവം. അല്ല, എനിക്ക് കൂടുതലും ഒരു പരീക്ഷയ്ക്ക് പോകുന്ന പോലെ ഇവര് കാരണം ഡെയിലി വരുമ്പോ നമ്മുടെ സാറെന്ന് പറഞ്ഞ VKP സാറാണല്ലോ. അപ്പൊ സാറ് ഇവരൊക്കെ സാറിന്റെ ഫേവറേറ്റ് സ്റ്റുഡന്റും സാറ് ഇവരിൽ ഇതിന്നൊക്കെ കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഇവരോടൊക്കെ സാറ് പറയുന്നതാണെങ്കിലും ഇപ്പൊ പെർഫോമൻസ് എടുക്കുന്നതാണെങ്കിലും ഒക്കെ സാറ് പറയുന്നൊരു സ്റ്റൈലുണ്ട്. ഞാനൊക്കെ അവിടെ പോകുമ്പോ എല്ലാം തെറ്റിച്ച എന്നെ ബൈക്കേലിട്ട് കളി. പക്ഷെ അത് അങ്ങനെയല്ല, എന്നോട് ഇങ്ങനെ പറയാം, എടാ ശമ്പളം തരില്ലടാ, ശമ്പളം തരില്ല എനിക്ക്, അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഇവരുടെ അടുത്ത് പെർഫോം ചെയ്യുമ്പോൾ പ്രിപ്പയർ ചെയ്യാൻ എപ്പോഴും ഞാൻ നോക്കിയിട്ടുണ്ട്. കാരണം ഇപ്പം ഷോൻ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ, ഷോൻ ചേട്ടൻ്റെ കൂടെ ഒക്കെ നമ്മൾ അഭിനയിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിരി വരും. കാരണം ആ നേരം സ്പോട്ടിൽ എന്തെങ്കിലുമൊക്കെ തരും. അപ്പം നമുക്കത് ചിരി വരാതെ പിടിച്ചിരിക്കുക എന്നുള്ള സാധനമുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടി വളരെ നല്ല സ്റ്റുഡന്റ് ഇല്ലേ, പഠിച്ച് ശ്രദ്ധിക്കണം, അങ്ങനെയാണ് ഞാൻ ആ സെറ്റിൽ നിന്നുണ്ടായിരുന്നത്. എനിക്ക് ഞാൻ എന്നാലും നിർത്താൻ പറയാം, എല്ലാവരെക്കാളും കുറച്ചുകൂടെ പൊങ്ങിയില്ലേ ഇങ്ങനെ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പഠിച്ചു വന്നു എന്ന് പറഞ്ഞ സ്റ്റുഡന്റിന് എല്ലാരും എത്ര മാർക്ക് കൊടുക്കും? ചോദിക്കും, ഞാൻ പറഞ്ഞു. പടം കണ്ടിട്ട് പറയൂ നിങ്ങൾ. അല്ല, അശോകൻ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു, മീര പറയും, മീരയുടെ നമ്മൾക്കൊക്കെ കൊടുക്കാം അല്ലേ ചേച്ചി? ഓഡിയൻസും ഐ ഗിവ് ഹിം ഫുൾ മാർക്ക്. അതായത് ആ ക്യാരക്ടറിന് ഓരോരുത്തരുടെ മാർക്ക് പറയാം. ഫുള്ളെന്ന് പറയുന്ന ഒന്ന് ഉഴപ്പി കണ്ട, ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ, കണ്ടു പഠിച്ചു ആ ഒരു അതേപോലെ ഇമിറ്റേറ്റ് ചെയ്തു. ഞാൻ 100-ല് എങ്ങനെ ഒരു 10 മാർക്ക് ഞാൻ കൊടുക്കും? 10 മാർക്ക് അശ്വിൻ ഇത്രയും നോക്കി പറഞ്ഞിട്ടാണ്, ആലോചിച്ചോണം. വളരെ അപ്പൊ എനിക്ക് ഇനിയും പണിയെടുക്കും. 90 മാർക്ക് ഉറപ്പായിട്ട്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഒരു 90.5 കൊടുക്കാം. മീര ഫുള്ളും കൊടുത്തു. മറ്റേ എങ്ങനെ ഫുൾ മാർക്ക് ആയിട്ടില്ല, ഇനിയും പഠിക്കണം. അപ്പൊ നായിക ഫുൾ മാർക്ക് തന്നു കഴിഞ്ഞു. നല്ല ടീച്ചേഴ്സ് ആണെങ്കിൽ ഫുൾ മാർക്ക് കൊടുക്കൂല അല്ലേ? ബിക്കോസ് അല്ലെങ്കിൽ അവർ പറയും ബിക്കോസ് അവർ നമ്മളെ മൊത്തത്തിൽ നിങ്ങൾ അടിപൊളിയാന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണമല്ലോ. ലൈഫിൽ ഒരിക്കലും പഠനം ഒരു പോയിന്റിൽ നിൽക്കുന്നതല്ല, മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കുക. അതിനി നമ്മുടെ ക്രാഫ്റ്റിലാണെങ്കിലും നമ്മളുടെ ജീവിതത്തിലാണെങ്കിലും കീപ് ലേണിംഗ്. അല്ല, ഈ ഞാൻ പറഞ്ഞു, എനിക്ക് പറയാനുള്ളത് ഇപ്പൊ മീരയുടെ കൂടെ അഭിനയിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ ഈ മീര എന്ന് വിളിക്കുന്ന ഇതാവരുത്. അല്ല, എന്താന്ന് വെച്ചാല് VKP സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിങ്ങളിങ്ങനെ. ഓക്കെ, ഇത് കാണുന്ന പ്രേക്ഷകർ ചിലപ്പോ എന്നോട് അശ്വിന് 18-19 വയസ്സേ ഉള്ളൂ എന്ന് നമുക്കറിയാം. ഞാൻ മറ്റേ ഇതൊന്നുമല്ല, 30 വയസ്സുണ്ട് കേട്ടോ. അതെനിക്ക് അറിയാം. ഞാൻ നയം വ്യക്തമാക്കുന്നു. കല്യാണം കഴിച്ചാ ഞാൻ അത് വേണ്ടായിരുന്നു. ഒരു 16-17 വയസ്സ് ഇത്രയും കല്യാണം കഴിച്ചു വേണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അതെന്തായാലും നമ്മൾ കട്ട് ചെയ്തിടും കേട്ടോ. കല്യാണം കഴിച്ചു വേണ്ടായിരുന്നു. ചേച്ചിനെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അല്ല, ഈ പ്രായത്തിന്റെ അല്ല, അശ്വിനെ പ്രായത്തിന്റെ കണക്ക് പറഞ്ഞ് അന്നാ പിന്നെ ഒരു കഥ പറയാം മീര. ഞാൻ 4th പഠിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ, എന്റെ സ്ഥലത്തിന്റെ പേര് തട്ടാരമ്പലം എന്നാണ്. ആ സ്ഥലത്ത് ഞാൻ 4th എടുത്തെടുത്ത് 4th പഠിക്കും. അതെ, എന്നിട്ട് ഞങ്ങളുടെ കട ഉദ്ഘാടനം ചെയ്യാൻ വന്ന് ഞാൻ
ഞാൻ ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിച്ച ആ സുമുഖനാണ് ഈ ഇരിക്കുന്നത്. അപ്പോഴും അശോകൻ അപ്പൊ 4ാമത്തെ സ്റ്റാൻഡേർഡിലല്ലേ? ഓ, സ്റ്റാൻഡേർഡിലായിരുന്നു ആ സമയത്ത്. 5ാമത്തെ. ഓക്കെ, ഒരു അപ്പൊ ഞാൻ 4ഉം അദ്ദേഹം 5th സ്റ്റാൻഡേർഡിലായിരുന്നു. ഇത്രയും സപ്പോർട്ടീവ് എവിടെ കിട്ടും? സെക്കൻഡിൽ ഞാനപ്പോ സെക്കൻഡിലാണ്. സെക്കൻഡിലായിരുന്നു. ആ വഴി ബസ്സേ അപ്പൊ അങ്ങനെയായി. അപ്പൊ എന്റെ കഥ ചീറ്റി പോയെന്നർത്ഥം. കഥയ്ക്ക് അത് വിട്ടു വിട്ടു വിട്ടു. എന്റെ മുമ്പിലൊക്കെ അശ്വിൻ ചേട്ടൻ രണ്ടുപേരോട് ചോദിക്കാണ്. എന്റെ ദൈവം, ഈ ചട്ടം നമ്മുടെ ക്ലാസ്സിലൊക്കെ ഒരു എനർജിയാ അത് വേണം, ഞങ്ങൾക്ക് വേണം. ഒരിക്കലും നേരിട്ട് കാണുമ്പോൾ ചട്ടമ്മയെന്ന് പറയില്ല. ആണെന്നേ ചട്ടമ്പി കല്യാണം തെറ്റിദ്ധാരണ ഈ ഇന്റർവ്യൂ ഇറങ്ങുന്ന ആൾക്കാർക്ക് മാറി കിട്ടും കേട്ടോ. എനിക്ക് അല്ല ഞാൻ പറയാൻ വന്ന് എനിക്ക് അല്ല എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അഭിനയിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മുതല് നമുക്ക് അപ്പൊ ഞാൻ ഇത്ര ചിന്തിച്ചുള്ളൂ. ഇല്ല, മുൻപുള്ള സിനിമകളൊന്നും പറയാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. മീരയുടെ മുൻപുള്ള സിനിമ ഒന്നും ഞാൻ കാണത്തില്ല, ഇനിയൊന്നും ഞാൻ കാണാൻ പോകുന്നില്ല. കാരണം എനിക്ക് ടെൻഷൻ ആവുന്നതുകൊണ്ട് ഞാൻ ഒന്നും കാണാതെ ഒരു പുതിയ ആക്ട്രസ് വന്നു എന്നുള്ള രീതിയിൽ തന്നെ ഇല്ലെങ്കിൽ എനിക്ക് ടെൻഷൻ ആവും. VKP ആണോ കഥ പറയുന്നത് അതോ ആരാണ്? അല്ല, ഇതിന്റെ റൈറ്റർ ആശിഷ് ഉണ്ട്. ആശിഷാണ് കഥ പറയുന്നത്. സാറിന്റെ ചീഫ്. അപ്പോഴേ പറഞ്ഞിരുന്നു മീരയാണ് നായിക. സാർ എന്നോട് പറഞ്ഞായിരുന്നു. പകുതി കഥ കേട്ടപ്പോ എന്നെ അപ്പൊ തന്നെ മീരയാണെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് അഭിനയിക്കാൻ താല്പര്യമെന്ന് പറഞ്ഞു. അല്ല അപ്പോഴേ പകുതി സത്യമല്ലേ? സത്യമതാണ്. അങ്ങനെയല്ല, ന്യൂ കമേഴ്സിനെ കൂടെ അഭിനയിക്കാറില്ല. അങ്ങനെയല്ല. ശരിക്കും എനിക്ക് തോന്നുന്നു മീര ഇവർക്ക് രണ്ടു കൂടെ ഒരു എപ്പിസോഡ് നമ്മൾ വേറെ അപ്പൊ ഞാൻ അങ്ങനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ അഭിനയിച്ചിട്ട് ഒരു ഇപ്പൊ ഞങ്ങൾ നല്ല ഫ്രണ്ട്സുവാ. ഞങ്ങൾ ഈ അടുത്ത് ഒരു പ്രോഗ്രാമിന് പോയി, ഏഷ്യാനെറ്റിൽ പോയപ്പം 25 ഇയേഴ്സിന്റെ ഒരു വീഡിയോ കാണിച്ചായിരുന്നു, ഇത്രയും നാളും ചെയ്ത പെർഫോമൻസ്. എൻ്റെ പൊന്നോ, അത് കാണുമ്പോൾ ഞാൻ ശരിക്കും റിയലൈസ്, വലിയൊരു ആക്ട്രസിന്റെ കൂടെയാണ് ഞാൻ അഭിനയിച്ചതെന്നു. എനിക്ക് ആ ഭാഗ്യം ഭയങ്കര വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കൂട്ടുന്നത്. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെയൊക്കെ എനിക്ക് അഭിനയിക്കാൻ. അത് ഞാൻ വേറെ ഒരു വീഡിയോ കട്ട് ചെയ്ത് കണ്ടപ്പോഴാണ് നാഷണൽ അവാർഡ് ഇതൊക്കെ കിട്ടിയതിൻ്റെ കുറേ പെർഫോമൻസ് വീഡിയോ അന്ന് അവിടെ കണ്ടു. അപ്പം എനിക്ക് പേടിയായി, ഞാൻ വെറുതെ ആണോ ഞാൻ അഭിനയിച്ചത്. അത് മാത്രമോ നാഷണൽ അവാർഡ് വിന്നർ. പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചിയെ പറ്റി പറയാം, ചേട്ടനെ പറ്റി പറയാം. ലൈക് സെറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും ഞാനാണെങ്കിൽ മീര ആദ്യമായിട്ടാണ് ഇവരുടെ കൂടെ അഭിനയിക്കുന്നത്, ചേച്ചിയുടെയും ചേട്ടനോട് ഞാൻ പത്മരാജൻ സാറിനോട് വർക്ക് ചെയ്ത് എങ്ങനെയാ, ഭാരതൻ സാറിനോട് വർക്ക് ചെയ്ത് എങ്ങനെ, ഈ ക്യാരക്ടർ എങ്ങനെ, ഇതിങ്ങനെ ലിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുക. ചേച്ചി കിട്ടാത്ത അവാർഡുകളൊന്നും ഇല്ല. ഏറ്റവും ഇതേപോലെ കിട്ടിയിട്ടില്ല. ഇറ്റ്സ് നോട്ട് അബൌട്ട് നാഷണൽ അവാർഡ്, ഇറ്റ്സ് അബൌട്ട് 2 പ്രാവശ്യം മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം വാങ്ങിച്ച ആളാണ് ഈ പറയുന്നത്. പറയുമ്പോ തന്നെ അതെ അതെ. അല്ല അങ്ങനെ നമുക്ക് എല്ലാവർക്കും I am blessed to work with them, and of course I learn a lot from him. ഒരുപാട് he's so passionate. അതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് ഒരുപാട് പഠിക്കാം. We keep learning and legends and അതൊക്കെ മാറ്റി വെച്ചിട്ടാ when we work അതൊക്കെ മാറ്റി വെക്കും, but we keep learning and ഭയങ്കര ഒരു ഇവരെയൊക്കെ നോക്കുന്നതാണോ, അതങ്ങനെയായിരുന്നു ചേച്ചി അന്ന് എപ്പോഴും ആ ഒരു കഥകൾ കേട്ടിരിക്കാൻ തന്നെയല്ലേ മീര. സത്യം പറഞ്ഞ we are also blessed. അല്ല ഞാനത് പറയുന്നു, ഇത്രയും ഈ 2 പതിറ്റാണെന്ന് പറയുമ്പോൾ മീര എത്രയോ ലെജൻഡറി സംവിധായകരോട് അഭിനയിക്കാനുള്ള ഭാഗ്യമാണ് ഇവർക്ക്. പ്രത്യേകിച്ച് പത്മരാജൻ സാറിനെ പോലെ ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ചേച്ചി ഓരോ ഇപ്പൊ എനിക്ക് തോന്നുന്നു മീര ചേച്ചി ആയാലും ചേട്ടനായാലും ഇടയ്ക്കൊരു ബ്രേക്ക്, ചേച്ചി എനിക്ക് 2 പ്രാവശ്യം ഇടയ്ക്ക് തോന്നുമ്പോഴൊക്കെ ബ്രേക്ക് എടുക്കുന്ന ആളാണ്. എനിക്കൊന്ന് അശോക് ചേട്ടൻ പറഞ്ഞു അങ്ങനെ നമുക്ക് തോന്നുന്നുള്ളൂ അല്ലേ. അശോകൻ ചേട്ടൻ പറഞ്ഞ ഒരു 10 വർഷത്തോളം സിനിമയിലായിരുന്നു, പക്ഷെ ഇവരുടെ തിരിച്ചുവരവിലും എത്രയോ നല്ല കഥാപാത്രങ്ങളാണ് ഇവർക്ക് കിട്ടുന്നത്. അതൊരു നിയോഗവും ഭാഗ്യമൊക്കെ അല്ലേ. ഗുഡ് പെർഫോമൻസിന് ബ്രേക്ക് ഇല്ല. അവര് ബ്രേക്കിൽ ആകുമ്പോ പോലും they are growing, they are experiencing life and maybe they are evolving. We are humans, we as humans keep evolving അല്ലേ. നമ്മളിപ്പോ ആക്ടേഴ്സ് ആയാലും ഏത് പ്രൊഫഷൻ ആയാലും നമ്മുടെ എക്സ്പീരിയൻസ് നമ്മളെ ഇവോൾവ് ചെയ്യാൻ ചെയ്യും. എസ്പെഷ്യലി ആക്ടേഴ്സ് ലൈക്ക് ദം, അവർ ആ ബ്രേക്കിൽ they are us, so whatever, and I don't want to be, because I look up to them and അവര് ആ ഒരു ഇതില് അവരെ എന്താ പറയാ, ആസ് എൻ ആക്ടർ അവരും അതിൽ കൂടി കൂടുതൽ ഇതായിക്കൊണ്ടിരിക്കുക. എനിക്ക് ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നത് ഇഷ്ടമല്ല, ലൈക്ക് കേൾക്കാനും ഇഷ്ടമല്ല, അത് ഞാൻ പറയുന്നത്. ഏത് ജോലി ചെയ്താലും പ്രത്യേകിച്ച് ആക്ടറൊക്കെ ആണെങ്കിൽ ശരി,
ഇടയ്ക്കൊരു ബ്രേക്ക് വേണം. നല്ല വേണം അതാണ് ഞാൻ നമ്മൾ സ്ഥിരാതെ നമുക്ക് ഇപ്പൊ ജീവിതത്തിൽ നോർമൽ മനുഷ്യർക്ക് പോലും ഇപ്പൊ എനിക്കൊക്കെയാണ് ചില സമയം ഒരു മടുപ്പ് തോന്നും. ഇപ്പൊ പറഞ്ഞ പോലെ ഒരു നമുക്കൊരു ആവശ്യം ഒരു ബ്രേക്കിന്റെ ആവശ്യം വേണം നമുക്ക് തന്നെ തോന്നും. സ്ഥിരം ചെയ്യുന്ന ഒരു റുട്ടീനിൽ നിന്ന് മാറി. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല. അത് മനഃപൂർവ്വം അല്ല, അതങ്ങനെ ആയിപ്പോയതാണ്. എന്റെ ലൈഫിന്റെ ഇപ്പൊ എല്ലാവരും ചോദിച്ചും ബ്രേക്ക് എടുത്ത് പോയതാണ്. ബ്രേക്ക് എടുത്ത് പോയതല്ല, അതങ്ങനെ ആയിപ്പോയതാ. രണ്ടായാലും ഇപ്പം അങ്ങനെ നമ്മൾ അടുത്താണെങ്കിൽ അല്ലെങ്കിൽ ശരി ഒരു ബ്രേക്ക് നല്ലതാണ്. 20 years 21 years അത്രയും അത് കറക്റ്റ്. അത് മേ ബി ദൈവം പ്ലാൻ ചെയ്ത് തരുന്ന ആ ബ്രേക്ക് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നല്ലെങ്കിലും ആ ബ്രേക്ക് ആവശ്യമാണ്. because God loves you. God created you, God made you an actor, gave you our talent. അതപ്പോഴത്തേക്കും God ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്യും. Now it's time to give that actor a break so that they experience കുറച്ചുകൂടെ life experiences and they become even better actor. Or they, it's good mentally also. It's so good. അതെ, മെന്റലി നല്ലതാണത്. അത് പുതിയൊരു ഫ്രഷ്നസ് ആണ്. പിന്നെ അതെ, ഞാൻ നേരത്തെ പറയുന്ന അവാർഡ് വിന്നിംഗ് ആക്ട്രസ് ആണ് രണ്ടുപേരും. എങ്ങനെയായിരുന്നു രണ്ടുപേരും തമ്മിൽ ഗിവ് ആൻഡ് ടേക്ക് എങ്ങനെയായിരുന്നു മീര ചേച്ചിയും മീരയും? കാരണം നമുക്ക് അല്ലാതെ ഈ ഓഫ് ക്യാമറയിൽ കാണുമ്പോൾ ഇവർ ഭയങ്കര രസമാണ്, കെട്ടിപ്പിടിക്കുന്നു. ശരിക്കും ഒരു അമ്മ മോളെ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. Like friends, sisters or whatever, amma mola, anything you can call it anything. എന്റെ മക്കളുടെ കൂടെ ഞാൻ അങ്ങനെ തന്നെയാണ്. സോ ബേസിക്കലി ലൈക്ക് ഫ്രണ്ട്സ്. ചേച്ചി പറയണ്ട, മനസ്സിലായിട്ടുണ്ട്. ഇത്രയും നേരം കൊണ്ട് നമുക്കില്ല മീര, അത് മനസ്സിലായിട്ടുണ്ട്. ഇതേപോലെ പറഞ്ഞില്ല ആനിമേറ്റഡ് ആണെന്ന്. ഞാൻ എന്റെ പിള്ളേരുടെ മുമ്പിലും അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ പറയുമ്പോൾ അയ്യോ അമ്മ എന്ന് പറയും. Because I can't stop myself. I just do it. സുരേഷ് കൃഷ്ണ അറിയാം. അല്ല, ഞാൻ ചോദിക്കാൻ വരാണ്. എന്നിട്ടും ചേച്ചി ചേട്ടൻ തമിഴിലും തെലുങ്കിലും അതുകൊണ്ടാ ചേട്ടൻ എന്നെ വിളിക്കാത്തത്. ഏതൊക്കെ സിനിമകളാണ് മീര? ഞാനത് ചോദിക്കാൻ വരികയായിരുന്നേ. ഞാനത് ചോദിക്കാൻ എഴുതി വെച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്താണ് ചേട്ടന്റെ സിനിമകൾ മറ്റു ഭാഷകളിൽ അധികം കാണാത്തത്? ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അഭിനയിച്ചിട്ടില്ല, ഞാൻ അഭിനയിച്ച? അതൊരു വലിയ ക്രെഡിറ്റ് ആണ് കേട്ടോ. അല്ല, പറഞ്ഞല്ലോ ഈ ചട്ടമ്പിത്തരം ഉള്ളോണ്ടായിരിക്കും വീട്ടിലെ ബഹളം സഹിക്കാൻ വയ്യ. അതായിരിക്കും ചേട്ടനോട് തന്നെ ചോദിക്കേണ്ടി വരും. ഈ ട്രെയിലർ ഫുള്ള് ചിരിയാണ് അശ്വിൻ, അല്ലെ? നമുക്കിത് കാണുമ്പോൾ നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫേസ്ബുക്ക് ഉണ്ടോ എല്ലാവർക്കും? ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ ബുക്കില്ല. ഫേസ്ബുക്കിലും ഉണ്ടല്ലോ നമുക്ക്. ഇൻസ്റ്റ ഉണ്ടോ അശോക് ചേട്ടന്? ഇല്ല, അതിനകത്തൊന്നും ആക്റ്റീവ് അല്ല. ആ ഫേസ്ബുക്കിൽ ഇടുന്നൊരു ഫേസ്ബുക്കും ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്, രണ്ടും ഉണ്ട്. But I'm not like Chechi is very good. She is very active on Instagram. ശാന്തി ചേച്ചിയെ കണ്ടപ്പോഴല്ലോ ഭയങ്കര സന്തോഷം. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാം ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ് ആരൊക്കെ ഇന്റർവ്യൂല് വേണമെന്ന് പറഞ്ഞപ്പം ഇവരെല്ലാം വേണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും സന്തോഷമായി എനിക്ക്. ശാന്തി ചേച്ചി ഇങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു മീര സാരി കൊടുത്ത് ഭയങ്കര സീരിയസ് ആയിട്ട് പറയൂ എന്നൊക്കെ പറയുന്ന ഒരാളാണ്. അതെ, ഞാൻ പറയാൻ വന്നത് ഫേസ്ബുക്കിൽ ഇടുന്ന ഒരു സാധനം പറയുന്നില്ല, ശരിക്കും അത് എല്ലാരും ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഫേസ്ബുക്ക് ഉണ്ട്, മീരക്ക് അങ്ങനെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഫേസ്ബുക്കിന്റെ ഓർമ്മകളുണ്ടോ? കാരണം ഇപ്പൊ ഫേസ്ബുക്ക് കുറച്ച് പറയുന്നുണ്ട്. ഞാനൊന്നും അങ്ങനെ ഇതില് ഇൻസ്റ്റയില് പോസ്റ്റ് ചെയ്യുമ്പോ തന്നെ അങ്ങ് ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ ഇട്ടിരിക്കുകയാണ്. എന്നാലും ന്യൂജൻ അല്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ചേച്ചിക്കും ചേട്ടനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും, നമുക്കും പറ്റുമായിരിക്കും. മറ്റേ ഫോൺ വിളിച്ചിട്ട് കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോ അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മളത് കണ്ടിട്ടേ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു, ഓ ഇതുപോലെ ആയിരിക്കും അവന്മാരൊക്കെ നമ്മളോട് ആ സമയത്ത് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായെന്ന് വെച്ചാൽ ഫോൺ വന്ന ശേഷം പ്രണയിക്കുന്നവരാണല്ലോ മറ്റേ ഡയലോഗ്, നീ കഴിച്ചില്ലേ? നിങ്ങൾ മറ്റേ കത്തൊക്കെ എഴുതി പ്രേമിച്ചവരല്ലേ? അതല്ലേ നല്ലത്. അതിന്റെ വാല്യൂ ഇപ്പോഴും ഉണ്ട്. നമ്മള് കത്തും എഴുതിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോ അല്ല എന്താ പറഞ്ഞല്ലോ, ഞാൻ മിസ് ചെയ്തു. ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, ശരിക്കും പറഞ്ഞ അശ്വിനില്ല, നമുക്കൊക്കെ അല്ലേ മിററിൽ അല്ല റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഫോൺ വിളിച്ചിട്ടാണല്ലോ ചേച്ചി നമ്മളൊക്കെ ചോദിക്കുക. ഇപ്പൊ തന്നെ അശ്വിൻ പറഞ്ഞു കുറച്ച് മീൻചാറോട് ഒഴിക്കുന്നു പറയുന്നത്. ഫോണൊക്കെ സംസാരിക്കില്ലേ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ ഈ ജനറേഷൻ ശരിക്കും പറഞ്ഞ അതൊക്കെ നിങ്ങൾ അഭിനയിച്ച ആ സമയത്ത് എങ്ങനെയായിരുന്നു ഈ സീൻസ് പറയുമ്പോ? അല്ല, ഇത് ഈ ഫോണിന്റെ പരിപാടി നമ്മള് ഇതിലും ഭയങ്കര ക്രിഞ്ചായിട്ടുള്ള കുറെ സംഭവങ്ങൾ റിയൽ അല്ല, ഞാൻ പറഞ്ഞ റിയൽ ലൈഫിലൊക്കെ നമ്മളെ ഇപ്പൊ ഈ തലവേദനയാന്നൊക്കെ പറയുമ്പം
വിക്സ് തേച്ചിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ എന്നൊക്കെ പറയുന്ന ഇങ്ങനൊക്കെ ഭയങ്കര അത് ക്രിഞ്ച് ആണോ? അല്ല, ക്രിഞ്ച് അല്ല, ക്രിഞ്ച് റിയൽ ലൈഫ് ക്രിഞ്ച്. റിയൽ ലൈഫ് ക്രിഞ്ച് ആണ്, അങ്ങനെ പറയാം നമുക്ക് മീര. മൂന്നാമത് ഒരാൾക്ക് കാണുമ്പോൾ ക്രിഞ്ച് ആയിരിക്കും. ആ രണ്ടുപേരും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു പക്ഷെ നമ്മുടെ ആ ഏജിലും നമ്മളെ ഇല്ല അതെ ഈ ജനറേഷൻ മനസ്സിലായില്ല ക്രിഞ്ച് എന്താ മനസ്സിലായി. നമ്മളൊരു ക്രിഞ്ച് പറഞ്ഞു കൊടുത്താൽ ഒലിപ്പീരെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഒലിപ്പീരല്ല പഞ്ചാര അല്ല അല്ല ഞങ്ങളുടെ നാട്ടിൽ പറയുമ്പോൾ നമ്മള് അതാണ് അളിവെന്നൊക്കെ പറയും. കൂടിപ്പോയില്ലേ ഈ അളിവ് നമ്മളിങ്ങനെ പറഞ്ഞു. ക്രിഞ്ച് ഒന്ന് കാണിക്കോ നിങ്ങൾ? ഞാനൊരു എക്സ്പ്രഷനിൽ ഫീൽ അത് ചെയ്യിപ്പിച്ചു. അത് ഇംഗ്ലീഷ് വേർഡ് ആണോ? അല്ല ഉണ്ടാക്കിയല്ല. അല്ലല്ല, ഇപ്പൊ ഭയങ്കര trending ആണ്. ഡിക്ഷണറിയിലൊക്കെ അല്ല you hear something and you cringe എന്ന് കേട്ടിട്ടുണ്ട്. അല്ല നമ്മളെ ചേച്ചിയുടെ എക്സ്പ്രഷൻ ഒക്കെ cringe എന്ന്. അതൊരു വേർഡ് ഇപ്പൊ അല്ല ക്രിഞ്ച് എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ. നമുക്കിപ്പോ ഫീൽ ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ ഏയ് ശരിക്കും അതാ ഞാൻ ചോദിച്ചത് ക്രിഞ്ച്. ക്രിഞ്ച്. അശ്വിൻ ആ ഫോൺ വിളി ഒന്ന് കാണിക്കോ പ്ലീസ്. ഇത് വിളിക്കും രണ്ടുപേരും കൂടെ. മെസ്സേജ് ആണ്, മെസ്സേജ് പറയണേ, വോയിസ്. ഫുഡ് കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല. എന്താ കഴിക്കാത്തെ? വിശപ്പില്ല. എന്താ? കഴിച്ചിട്ട് എന്നോട് മിണ്ടിയാൽ മതി, അതുവരെ ഞാനും കഴിക്കില്ല. അമ്മേ ഇത്തിരി മീനാണ്. അത് കണ്ടിട്ട് ശരിക്കും മീര ഞങ്ങളുടെ ആ ജനറേഷൻ എല്ലാരും ഓ എടി ഇതുപോലെ ആയിരുന്നായിരിക്കും അന്ന് എന്ന് നമ്മളെല്ലാരും പറയും. ആ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ തന്നെ വേറെ വേർഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. അതെ അതെ കാലത്തിനനുസരിച്ചല്ലേ ചേട്ടാ? ആ കാലത്തുണ്ടോ ഇതൊക്കെ വേറെ രീതിയിലാണെന്നുള്ളൂ. അതുപോലെ മറ്റേ ഡയലോഗ് മറ്റേ 33 വയസ്സായില്ലേ കല്യാണം കഴിക്കുന്നില്ലേ, ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന് നേരെ പിടിക്കുന്ന നിങ്ങൾ പിടിക്കുന്ന ഒരു കണ്ണാടി തന്നെയാണ് അല്ലേ? കാരണം 30 വയസ്സ് കഴിഞ്ഞ് എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ പോരെ? 30 വയസ്സ് 20 വയസ്സ് കല്യാണം കഴിക്കാൻ ഒരു പ്രായം അങ്ങനെ തോന്നിയിട്ടില്ല, അങ്ങനെ അതിന്റെ ആവശ്യമില്ല എന്ന്. ഇല്ല അത് ഈ സിനിമയിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അത് നല്ല രീതിയിൽ എടുക്കും. നമ്മൾ അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ സിനിമയിൽ പറഞ്ഞെന്നല്ല, പക്ഷെ നമുക്ക് ഇതാണ് സമൂഹത്തിൽ ഇതാണ് നടക്കുന്നത്, നമ്മൾ ഇങ്ങനെ ആകാം, ഇങ്ങനെ ചിന്തിക്കാം എന്നൊക്കെ ഉള്ളത് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സ്ത്രീകളുടെ കാര്യത്തിൽ വരുമ്പോഴാണ്, അതായത് പ്രായം കൂടിയ സ്ത്രീകളെ പ്രണയിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. തിരിച്ച് ഇപ്പം സച്ചിൻ തെണ്ടുൽക്കർ അഞ്ജലിയെ കല്യാണം 2 വയസ്സിന് മൂത്താണ്, അതൊരു പ്രശ്നമല്ല. ഒന്നും വേണ്ട, ഫ്രഞ്ച് പ്രസിഡന്റ് and his wife, first lady of France, മൂത്തതാണ്, അതൊരു പ്രശ്നമില്ല. നമ്മള് എത്ര 35 വയസ്സിന് മൂത്തതാ. ഐ മീൻ അങ്ങനെയല്ല പറയുന്നത്. അല്ലല്ല ഒരിക്കലല്ല. അല്ല ഞാൻ പറഞ്ഞത് തിരിച്ചു പറയുമ്പോൾ വൈഫിന് അപ്പൊ അതൊരു പ്രശ്നം. നമ്മൾ സാധാരണക്കാർ പ്രത്യേകിച്ച് തിരിച്ചാണ്. ഇപ്പൊ നമ്മൾ 10 വയസ്സ് മൂത്ത ഒരു ആണിനെ കല്യാണം കഴിച്ചാൽ അതൊരു പ്രശ്നമല്ല. അതേസമയം ഒരാണ് തിരിച്ച് പ്രായത്തിൽ 1 വയസ്സെങ്കിലും മൂത്ത, 1 വയസ്സ് മൂത്തതാണോ പറയുന്നത് എല്ലാവരും എപ്പോഴും എന്തിനും പറയും. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ആസ് much a taboo now. ഇപ്പോ ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ജനറേഷൻ നമ്മുടെ ഇപ്പൊ ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ട്. ആ സോങ്ങില് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ തന്നെക്കാ പ്രായം കൂടിയ സെറ്റിലായ ചെക്കന്മാരെ പെമ്പിള്ളേർക്ക് കേട്ടാക്കി പ്രായം കൂടിയ സെറ്റിലായ പെമ്പിള്ളേരെ ഞങ്ങൾക്കും കിട്ടിക്കൂടെ, അപ്പോഴല്ലേ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം. അങ്ങനെ പറഞ്ഞു ഈക്വാലിറ്റി. എത്ര പ്രായം കൂടിയോ കുറഞ്ഞോ അതല്ല, ഇവിടെ നമ്മള് ഹാപ്പി ആണോ എന്നുള്ളതാണ്, സന്തുഷ്ടരാണോ എന്നുള്ളതാണ്. അപ്പം നമുക്ക് വേണ്ട എന്താ, നമ്മൾ ഷോർട്ട് ലൈഫ് നമ്മൾ ജീവിക്കുക, അതായത് നമ്മുടെ സന്തോഷവും സങ്കടവും നമ്മൾ തന്നെയാണ് ജീവിച്ച് തീർക്കുന്നത്, വേറൊരു വ്യക്തിയല്ല. ബട്ട് ചേച്ചി നേരത്തെ ഒരു കോൺവെർസേഷനിൽ പറഞ്ഞു, നമ്മൾ സൊസൈറ്റി ജീവിക്കുമ്പം നമ്മൾ ചില കാര്യങ്ങൾ ഇത് ചെയ്യണം, പക്ഷെ സൊസൈറ്റിക്ക് വേണ്ടി നമ്മുടെ പേഴ്സണൽ വ്യക്തിപരമായ ലൈഫ്, അതായത് ഞാൻ സൊസൈറ്റിക്ക് എല്ലാവരും ഓക്കെ ആണോ, ഞാൻ 5 വയസ്സ് 10 വയസ്സ് കുറഞ്ഞ ആളെ കിട്ടുന്നത് അല്ലെ കൂടിയ ആളെ കിട്ടുന്നത് എല്ലാവരും അപ്രൂവൽ കിട്ടിയിട്ടല്ല കല്യാണം കഴിക്കുന്നത്. ആർ യു ഹാപ്പി ആസ് എ പേഴ്സൺ? നിങ്ങളുടെ ഉള്ളിൽ സന്തോഷവതിയാണ്. മരിക്കുന്നിടം വരെ വാട്ട് മാറ്റേഴ്സ് ഇസ് വെദർ യു ആർ ഹാപ്പി. അതിലിനിയും ടേക്ക് യുവർ ഓൺ ഡിസിഷൻസ്, ബി ഹാപ്പി, ബട്ട് ദെൻ പ്രൊവൈഡഡ് യു ഡോണ്ട് ഹേർട്ട് അതർ പീപ്പിൾ. നമ്മൾ വേറൊരു വ്യക്തിയെ വേദനിപ്പിക്കാനൊന്നും പാടില്ല. നമുക്ക് അതെ ഏറ്റവും വേണ്ട കാര്യം അതാണ്, മറ്റൊരാളെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അതെ അതെ, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരാളെ അത് അവിടെയാണ് നമ്മൾ കുറച്ചൊക്കെ സൊസൈറ്റിയുടെ ഒരു ഇത് നമ്മൾ എടുക്കേണ്ടത്. ചില റൂൾസും ചില ഇതൊക്കെ നല്ലതാണ്. അപ്പൊ എന്തെടുക്കണം എന്തെടുക്കണ്ടെന്ന് നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ വേണം, ഒരു ബാലൻസ് ആണ്. നമ്മൾ ഇതുവരെ പറയാതെ വിട്ടു ഒരു പേരുണ്ട്, VKP. VKPയുടെ എനിക്കൊന്ന് VKPയുടെ വർക്ക് ചെയ്ത എല്ലാവരും പറയുന്ന കാര്യമാണ്,
ഈ മനുഷ്യൻ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഒരു സിനിമ തീർക്കാമോ എന്നുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു VKP-യുടെ വർക്ക് ചെയ്തിട്ട്? പുള്ളിക്കാരന്റെ പേര് തന്നെ ഷോർട്ടൻ ചെയ്തപ്പോ മനസ്സിലായില്ലേ എത്ര VK പ്രകാശ് അല്ല VKP അപ്പൊ അത്രയും സ്പീഡിൽ വേണം ചിന്തിച്ചിട്ടില്ല കേട്ടോ. അത്രയും പെട്ടെന്ന്. ഇപ്പൊ ശാന്തികൃഷ്ണ അതിനെ SK എന്ന് വിളിക്കുന്നവരുണ്ട്. അപ്പൊ അതുപോലെ കാര്യം പറഞ്ഞു, എനർജിയുടെ കാര്യം പറഞ്ഞു, ചേച്ചിയുടെ കാര്യം പറഞ്ഞു, എല്ലാം കൂടെ VKP-യുടെ കാര്യം പറയാനത് ശരിക്കും പറഞ്ഞാൽ പുള്ളി വേറൊരു ഇതാണ്. അതേപോലെ ഈ എനർജി ബോംബാണ് ഇവരെല്ലാവരും. ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നു സത്യമായിട്ടും. സാർ ഫുൾ എനർജിയാണ്. എപ്പോൾ പുള്ളി ആക്റ്റീവ് ആണല്ലോ. ഇല്ല എനിക്ക് ഭയങ്കര ഇല്ലേ, അശോകൻ ചേട്ടൻ ഇപ്പൊ ചേച്ചിയൊക്കെ റീൽസിലെ സിനിമയുള്ള കാലത്തെ അഭിനയിക്കുന്നവരാണ്. അപ്പൊ ഈ VKP ഭയങ്കര പെട്ടെന്ന് സിനിമ എടുത്ത് തീർക്കുന്നവർ അങ്ങനെ ആണ്, പെട്ടെന്ന് തീർക്കും. പിന്നെ അതുപോലെ എന്താ ക്വാളിറ്റി വളരെ ആക്റ്റീവാണ്. അതാണ് നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ ആക്ടേഴ്സിനൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ തരുന്നവരാണ്. അല്ല, സാറ് ഭയങ്കര പ്ലാൻഡ് ആണ് സാറിന്റെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് തീർക്കുന്നത്. പെട്ടെന്ന് അല്ല എന്ന് വെച്ചാൽ അത്ര. അപ്പൊ ഞാൻ VKP-നെ പേഴ്സണലി ഇന്റർവ്യൂ ചെയ്യുമ്പോൾ VKP പറഞ്ഞിട്ടുണ്ട് അതിന്റെ അത്രേ ആവശ്യമുള്ളൂ, എന്തിനിത് ആൾക്കാർ ഇത്രയും നീട്ടുന്നു എന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് VKP. വൺ അതർ തിങ് ഐ ഷുഡ് സേ ഈസ്, ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന VKP-യുടെ കൂടെ, പക്ഷെ ആ ഒരു ഫ്രീഡമും തരും നമുക്ക്. അതായത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് വേണ്ടത്, സോ യു ഡു ഇറ്റ് എന്ന രീതിയിലാണ് അല്ലേ. അത് കഴിഞ്ഞ് നമ്മളത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പേസ് ഉണ്ടാവും. അപ്പൊ നമുക്കത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡവും ഉണ്ട്. അതേ സമയത്ത് എവിടെയോ അത് പിടിച്ചു വെക്കുകയും ചെയ്യും. നമ്മൾ എന്തെങ്കിലും മാറിപ്പോയാൽ ട്രാക്കിൽ മാറിയാലും ഇത് കൊള്ളാം, ബട്ട് വി വിൽ ഹാവ് ടു ഡു സംതിങ് ലൈക്ക് ദിസ്, അങ്ങനെയാണെങ്കിൽ എങ്ങനെ. സോ സംഹൗ നമ്മളെയും അതിൽ ഉൾപ്പെടുത്തി ഒരു മൊത്തത്തിൽ ഒരു ടീം വർക്ക് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് വാട്ട് VKP. ഈ ആശിഷ് ഇല്ലേ, ആശിഷ് ഞാൻ എപ്പോഴും ഡിസ്കസ് ചെയ്യും. ഇതിന്റെ സാറിന്റെ ചീഫാണ് ഇതിന്റെ റൈറ്റർ. അപ്പൊ ആശിഷ് സാറിന്റെ കാര്യം നേരെ ഓപ്പോസിറ്റ് ആ രണ്ടുപേരും. VKP എത്ര ഹൈപ്പർ ആണോ ആശിഷ് അത്രയും സെറ്റിൽഡ് ആണ്. പക്ഷെ അവൻ എന്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് സംസാരം ഉണ്ടാവും. അപ്പൊ കാരണം അവൻ അസോസിയേറ്റ് ആയിട്ട് നിൽക്കുമ്പോ അതിന്റെ ഒരു നിൽക്കുന്ന ഹൈപ്പറും ഞങ്ങളുടെ എല്ലാ ഇതും പുള്ളിക്ക് ഒരു സൈഡ് റൈറ്റർ ആയിട്ട് നിൽക്കണം, പിന്നെ ഒരു സൈഡ് AD ആയിട്ട് അസോസിയേറ്റ് ആയിട്ട് നിൽക്കണം. അപ്പൊ അല്ല, ഞാൻ നേരത്തെ സാറിന്റെ ഈ കാര്യം പറഞ്ഞു. സാറ് ഞാനും ആശിഷിന്റെ ഒരു കോഡുണ്ട്, ടെറിടേക്ക് TT എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം. ഒന്നി സാർ ഇപ്പൊ എന്നെ ചീത്ത വിളിക്കും, അല്ലെങ്കിൽ സാറ് അപ്രിഷിയേറ്റ് ചെയ്യും. അപ്പൊ ഞങ്ങൾ അങ്ങനെ എപ്പോഴും ഞങ്ങൾ അങ്ങോട്ട് കോടിക്കല വെക്കും, എന്നിട്ട് കൊടുക്കും. ചിലത് സാറ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ തരും, അല്ലെങ്കിൽ എന്നാലും മീര ഇത്ര അഭിനയിച്ചിട്ട് അറിഞ്ഞില്ല മറ്റേ TTKയുടെ കാര്യം. ഇവര് തമ്മിലുള്ള ഇല്ല, കാരണം പറഞ്ഞില്ലേ ഇവരൊക്കെ ഇപ്പോഴും ഇച്ചിരി ബഹുമാനം. അല്ല, അത് മാത്രമല്ല, അങ്ങനെ ബഹുമാനത്തിന്റെ കാര്യമല്ല, അവരൊക്കെ ചെയ്യുന്ന പെർഫോമൻസ് നമ്മള് ഞാനൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഇതിൽ ഏതാ ശരിയെന്നൊന്നും നമുക്ക് അറിയത്തില്ല. എനിക്ക് തന്നെ അറിയില്ല ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാന്ന് പോലും മനസ്സിലായിട്ടില്ല എനിക്കിപ്പോഴും. അപ്പൊ ആ രീതിയിൽ ഞാൻ പറയാം. തെറി ടേക്ക് ആണെങ്കിലും ഓക്കെ, അതുപോലെ തന്നെ ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ എനിക്ക് തോന്നിയത് എല്ലാ കഥാപാത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അങ്ങനല്ലേ മീര ഈ സിനിമയിൽ? കാരണം എന്താ വെച്ചാൽ അല്ലേ പറയാം ഇത് അതെ ഉണ്ട്, സോറി ഉണ്ടെന്നിങ്ങനെ അല്ല, ഇതിപ്പോ ഞാനിത് ചെയ്തു അല്ലെ, എനിക്കിത് അതിനെ പറ്റി പറയാൻ പറ്റത്തില്ല. ഓരോ ട്രാക്കാണ്, ഹിസ് ട്രാക്ക്, മൈ സ്റ്റോറി, മൈ ക്യാരക്ടർ, ചേച്ചീസ്, ചേട്ടൻസ്, and everyone has done their part. എനിക്ക് ഇതിലൊരു മോനും കൂടി ഉണ്ട്. ആ മോനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്യാരക്ടർ. നമ്മുടെ കൂട്ടത്തിൽ ചേച്ചി പറഞ്ഞു നന്നായി, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആക്ച്വലി ഇന്റർവ്യൂസിനൊക്കെ മിസ് ചെയ്യുന്ന മിഥുൻ ചേട്ടനെ. അല്ല, ആ മോനോടാണോ അല്ല ബ്രദറിനോടാണോ മീര പറയുന്നത് എന്റെ അടുത്ത് കളിക്കുന്ന പോലെ ആരെടുത്ത് പറയണം എന്നാണ് ഡയലോഗ് കറക്റ്റ് ആയിട്ട്. മീര എനിക്കൊന്ന് അശോകനോട് വർക്ക് ചെയ്യുന്ന കഥാപാത്രമായിട്ടാണ് എനിക്ക് ട്രെയിലർ. അപ്പൊ വരുമ്പോൾ ഉള്ളൊരു ചെറിയ മറ്റേ ഉണ്ടല്ലോ പഞ്ചാര, എങ്ങനെയുണ്ടായിരുന്നു ആ പഞ്ചാര? ഡബിങ്ങിന്റെ സമയത്ത് കുറച്ചൊക്കെ കണ്ടപ്പോ അശോകന്റെ ഒരു എക്സ്പ്രഷൻസ് അത് അശോകൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ആരെ ഒന്ന് കാണിക്കുക അശോകൻ ചേട്ടാ, ഒന്ന് കാണിച്ചേ. മീര വന്ന് കാണിക്കാം ചേട്ടാ പ്ലീസ്. പിന്നെ ജോലിക്ക് വരുമ്പോൾ കല്യാണം കഴിച്ചാണോ? കുട്ടി കല്യാണം കഴിച്ചാണോ? അല്ല
ബ്രദർ ഉണ്ടോ അല്ലേ? അയ്യോ പുറത്താന്ന് പറയും. സെക്കൻഡ് കൊണ്ട് മാറുകയാണല്ലേ. അമ്മയുണ്ട്, വെറുതെ പറയൂല്ലേ. ബ്രദറിന്റെ കാര്യമാണ്. ബ്രദർ എവിടെ ഉണ്ട്? ബ്രദർ എന്ത് ചെയ്തു? ബ്രദർ പുറത്താ. അത് കൊള്ളാം. സേഫായല്ലോ. ഇയാൾക്ക് കൂടുതൽ സാധ്യതയുണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ നടീനടന്മാരും പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കാര്യം ഹ്യൂമർ ചെയ്യാനാണ്, ഹ്യൂമർ ചെയ്ത് ഫലിപ്പിക്കാനാണ് ഏറ്റവും പാടുന്നതാണ്. അങ്ങനെ തന്നെയാണോ? കാരണം ഇത് മൊത്തം അല്ലേ ഫുൾ ഓൺ കോമഡിയാണ്. അങ്ങനെ തന്നെയാണോ എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്? അതെ, ബിക്കോസ് ഞാൻ എൻ്റെ കരിയറിൽ ഞാൻ ചെയ്യാത്ത ഒരു റോളായിരുന്നു കോമഡി. എനിക്ക് തിരിച്ച് ഞാൻ വന്ന് നയം വ്യക്തമാക്കുന്നു, അല്ല സോറി ഏതാണ്, ഞണ്ടുകളുടെ നാട്ടിലാണ് ചെയ്തത്. അതും ഏകദേശം സീരിയസ് ക്യാരക്ടറാണ്. പക്ഷെ പിന്നെ വന്നത് കുട്ടനാടൻ മാർപ്പാപ്പയാണ്. കുട്ടനാടൻ മാർപ്പാപ്പയില് ആ മേരി എന്ന ആ ക്യാരക്ടർ ശ്രീജിത്ത് ആണ് ഡയറക്ടർ. പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ച് മാമിനാണ് ഈ പടത്തിന് ഈ ക്യാരക്ടറിന് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ ശാന്തികൃഷ്ണ ഞാനാണ്, നിങ്ങൾ എന്നെ തന്നെയാണോ തപ്പി വന്നതെന്ന് ചോദിച്ചു ഞാൻ. കാരണം ബിക്കോസ് ആരും എൻ്റെ അടുത്ത് അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടില്ല ഒരു കോമഡി, ഫുൾ ഓൺ കോമഡി ടൈപ്പ് ഓഫ് ക്യാരക്ടർ. ചേച്ചി അങ്ങനെ ആരും കണ്ടില്ല. പക്ഷേ ഐ വാസ് നെർവസ് ഓൾസോ അത് ചെയ്യാൻ. പക്ഷേ ആ പടം കണ്ടപ്പോഴേക്കും ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് ലൈക്ക് ഹൗ യു സേ ശാന്തികൃഷ്ണ എന്ന ഒരു നടി മാത്രമല്ല, നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം വിഷ്ണുലോകവും പോലത്തെ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ശാന്തി ചേച്ചീനെ ഞങ്ങൾ കുട്ടനാടൻ മാർപ്പാപ്പ മേരിയായിട്ട് കാണുമ്പോൾ അതിലെ ഭാഷാ സ്റ്റൈലൊക്കെ ഉണ്ട്, അതിലെ കാലം കൊണ്ടൊക്കെ ഇങ്ങനെ കുരിശ് വരയ്ക്കുന്ന പോലെ സംഭവമൊക്കെ. സോ ഇറ്റ് വാസ് അമേസിങ് ഫോർ മീ ടു ഡു. സോ ആ സമയത്ത് എനിക്ക് ടെൻഷൻ ആയിരുന്നു. അതിലേ വരെ ഞാൻ പടങ്ങൾ ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടാവുമായിരുന്നു. ബട്ട് ഇത് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കോമഡി ചെയ്ത് ഫൂഫെന്നായി പോയി കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഇവർക്ക് വേണോ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര പ്രശ്നമാവും. ബട്ട് ലക്കിലി ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് റിയലി ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സംഭവമാണ്. അതുണ്ട്, അതെ അതെ. അതാണ് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരാൾ വരണം. അല്ല ഇതിനു മുന്നേ അശോകൻ ചേട്ടൻ പേരല്ലൂർ പ്രീമിയർ ലീഗ് കണ്ടിട്ടുണ്ടോ? എന്റെ പൊന്നെ എന്താണ് അശോകൻ ചേട്ടൻ. നമ്മള് അശോകൻ ചേട്ടൻ എന്നൊക്കെ പറയുമ്പോ നായകനായിട്ട് വരുന്ന ആ സിനിമകളെ പെരുവഴി അമ്പലം പോലെ ആളങ്ങ് നല്ല നിറഞ്ഞു വിളയാടുകയായിരുന്നില്ലേ. അപ്പൊ പിന്നെ പറയാനുണ്ടോ ഈ സിനിമയുടെ. ശരിക്കും പറഞ്ഞ ഈ കോമഡി ചെയ്ത് ഫലിപ്പിക്കാൻ പാടാണ് അശോകൻ ചേട്ടാ. ടൈമിംഗ് ആണ് അല്ലെ, കുറച്ച് ടൈമിംഗ് കൂടുതലാണ്. ചിലപ്പോൾ മാത്രമല്ല ഈ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ഓവറായി പോകും. അപ്പൊ അതും ആൾക്കാരൊക്കെ അയ്യേ അത് ഒരുമാതിരി. കാരണം ഞാനും അശോകനും വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അമ്പിളിച്ചേട്ടൻ, ഇപ്പൊ ജഗദീഷ് ശ്രീകുമാർ, ശ്രീനിവാസൻ, ഇപ്പൊ ഈ ചേട്ടന്മാർ, ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ലെസൺസ്. നമുക്കും ഇതൊക്കെ നമ്മൾ കണ്ട് കണ്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും. വി ഡോണ്ട് നോ. അപ്പൊ അത് അറിയാതെ നമ്മുടെ മൈൻഡിൽ കിടക്കുന്നുണ്ടാവും. അതുപോലെ പെട്ടെന്ന് അതുപോലത്തെ കോമഡി റോൾസ് വരുമ്പോൾ എന്തോ എവിടെയോ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് അവരുടെ ആ ടൈമിങ് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ അവരൊക്കെ നമ്മുടെ ഗുരുവാണ് ശരിക്കും പറഞ്ഞാൽ. ഇനി ചിരിക്കാൻ പറ്റാതെ ഇപ്പൊ അശ്വിൻ പറഞ്ഞില്ലേ, അശോകൻ ചേട്ടൻ ചെയ്യുമ്പോൾ ഞാൻ ചിരിക്കാൻ പാടില്ല, ഷോർട്ട് ചീത്തയാക്കരുത്, അതെല്ലാം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ജഗതി ചേട്ടൻ ചീത്ത വിളിച്ചിട്ടുണ്ട്. അല്ല കാരണം എന്താ വെച്ചാല് നമ്മൾ ചെയ്യുന്ന ദ്രോഹമാണ് അങ്ങനെ അവര് ചെയ്യും. കാരണം അവര് നമ്മള് ചിരിച്ച് ഷോർട്ട് നശിപ്പിച്ച് കളയും. പിന്നെ റീടേക്ക് പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ ആകെ മൊത്തം ദേഷ്യപ്പെടാതിരുന്ന ശ്രീനി ചേട്ടനാണ്. ജഗതി ചേട്ടനൊക്കെ ദേഷ്യപ്പെടും. ജഗതി ചേട്ടന് ദേഷ്യം വരും പെട്ടെന്ന് എന്ന് പറയും. പക്ഷേ അവര് മൂന്നുപേരും അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാൻ രസതന്ത്രത്തിലെ ക്ലൈമാക്സ് ഒക്കെ ചേച്ചിക്കൊക്കെ ഇഷ്ടംപോലെ പടത്തിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് മീരയ്ക്ക് അതുപോലെ ഇന്നസെന്റ് ഏട്ടനായാലും അങ്ങനെ ലെജൻഡറി സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. എല്ലാ ലെജൻസിനും വർക്ക് ചെയ്തു. അതൊരു വലിയ ഭാഗ്യം കൂടിയാണ് അല്ലേ മീര? വേണുചേട്ടനൊക്കെ ഗുരുവാണ് സത്യം. അശ്വിൻ ഇങ്ങനെ കേട്ടിരിക്കുകയാണല്ലേ ഇത്. അശ്വിൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് കാരണം അശ്വിനെ കുറിച്ച് എനിക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ. അശ്വിൻ ഇതിന് മുന്നേ എഴുതിയ സിനിമ ഷീലാമ്മ, ഞാൻ ഷീലാമ്മനെ അന്ന് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഷീലാമ്മ ഭയങ്കര സ്നേഹത്തോടെ അശ്വിനെ കുറിച്ച് പറഞ്ഞു, ആ പയ്യൻ ഭയങ്കര ആഗ്രഹമാണ് സിനിമയിൽ, അവൻ നല്ല പയ്യനാ എന്നൊക്കെ അന്ന് ഷീലാമ്മ ഒരു വർഷം മുന്നേ പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. പക്ഷെ 3 പേരും പാട്ടുകാരാണ് അല്ലെ അശ്വിൻ? നമ്മളൊരു പാട്ട് പഠിക്കാതെ വിടുന്ന ശരിയാണ്. ഒന്നെങ്കിൽ പാലും പഴത്തിലെ പാട്ട്, അല്ലെങ്കിൽ മറ്റേ പാലും പഴവും പാട്ടായാലും
അത് അശോകൻ അറിയാം. ചേച്ചി കൂടുതൽ രണ്ടുപേരും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. അത് തന്നെ വീണ്ടും കാരണം ഇതിന് ആഡല്ലേ. അതുകൊണ്ടാ പാട്ട്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഓക്കെ 1 2 തുടങ്ങിക്കോളും. 3 4 പാലും പഴവും കൈകളിലേന്തി പാലും പഴവും അതന്നെയാണോ? പാലും പഴവും കൈകളിലേന്തി പാലും പഴവും കൈകളിലേന്തി പാലും പഴവും കൈകളിലേന്തി. അപ്പൊ ആരും മറക്കരുത് ഈ പടത്തിന്റെ പേര് പാലും പഴവും. ഇത് മീര അഭിനയിച്ച സിനിമയില് ആ ഹിറ്റായ ഗണപതി പാടി ഹിറ്റായ ഒരു പോർഷൻ കൂടിയാണിത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ ഒരു ലോഡ് ക്വസ്റ്റ്യനൊക്കെ ഞാനിപ്പോൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ഫുൾ സിനിമ പോലെ തന്നെ ഒരു ഫണ്ണായിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പം ഓഗസ്റ്റ് 23 ഞങ്ങൾ എല്ലാവരും തിയേറ്ററിലുണ്ടാവും പാലും പഴവും കാണാൻ വേണ്ടി. താങ്ക് യു സോ മച്ച് അശോകൻ ചേട്ടൻ, ചേച്ചി, മീര, അശ്വിൻ. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? 23 റിലീസ് ചെയ്യുന്ന പടത്തിന് എല്ലാവരും ആ പടം കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുക, പടം ഹിറ്റാക്കി തരിക. ഞങ്ങൾ സാധാരണ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളിൽ നിന്ന് അതാണല്ലോ അല്ലേ? അത് ഞങ്ങളുടെ ആഗ്രഹമാണ്. ഞങ്ങളുടെ ആഗ്രഹം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഇതേപോലെ ആഗ്രഹിച്ച് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പടം എന്റർടൈനർ. ഞങ്ങളിപ്പോ ഇത്രയും നേരം നിങ്ങളെ എന്റർടൈൻ ചെയ്തു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സോ അതേപോലെ അതിന്റെ ഇരട്ടി ആയിരിക്കും ആ പടം. സോ തീർച്ചയായിട്ടും പോയി കണ്ട് എല്ലാവരും അത് എൻകറേജ്. ഇതിന്റെ കഥ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാ. അത് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കണക്ട് ആവും. ഹ്യൂമറിലാണ് പറഞ്ഞിരിക്കുന്നത്. വർക്കാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. 23 നമുക്ക് തിയേറ്ററിൽ കാണാം പാലും പഴവും. താങ്ക് യു. താങ്ക് യു.